ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിംഗ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ അച്ഛനെ പറ്റിയിട്ടൊക്കെ അന്വേഷിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. അന്നേരം അവിടെ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട് അച്ഛനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എവിടെയും ചോദിക്കുമ്പോൾ അവളും ആ 2 ദിവസം താമസിക്കുന്ന പയ്യനുമായിട്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട് പോയതാണെന്നും ഇപ്പോൾ വരും, നീ വെയിറ്റ് ചെയ്യാനും പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ സമയം കാത്തിരുന്നിട്ട് ഇവരെ കാണാത്ത കാരണം ഇവൾ നേരെ വാഷ്റൂമിലേക്ക് കയറി പോയിട്ട് ഇവളുടെ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട് എന്തോ ഞാനിപ്പോൾ ഇവിടെ വന്നത് ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ഒരു കാര്യവും അമ്മയോട് പറഞ്ഞിട്ടില്ല, അതിനെപ്പറ്റിയിട്ടൊന്നും അമ്മയോട് ചോദിച്ചതില്ല എന്ന് പറയുമ്പോൾ നീ ഇതുവരെ അവളോട് സോറി ചോദിച്ചില്ലേ, പിന്നെ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആ അസിസ്റ്റൻറ്റ് ഇവിടെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനും ആ 2 ദിവസം താമസിക്കുന്ന പയ്യനും തിരികെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഫ്രണ്ട് നടന്നു പോകുന്ന സമയത്ത് ആ 2 ദിവസം താമസിക്കുന്ന പയ്യൻ അവളുടെ കയ്യിൽ ഒരു ചെക്ക് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് നീ കുറച്ച് നേരത്തെ വീട്ടിൽ സാധനങ്ങൾ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഹീറോ വന്നിരുന്നുവെന്നും അവനാണ് ഇതെൻ്റെ കയ്യിൽ തന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയിൻ അമ്മ ഈ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് കഴിഞ്ഞിട്ട് മുത്തച്ഛനിങ്ങനെ വയ്യാന്ന് പറഞ്ഞ് അവൾ കോൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ചെക്ക് അവൾ അവിടെ കളഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. അതായത് അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ മിസ്സായി പോയതായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് കൊടുക്കാനായിരുന്നു നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് വന്നിരുന്നത്. ആ ചെക്ക് മേടിച്ചിട്ട് അവനത് എൻ്റെ കയ്യിൽ തരാതെ പോയല്ലോ, അപ്പോൾ അവനെന്നോട് ശരിക്കും ദേഷ്യം ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ച് നിന്നിട്ട് എന്തായാലും അകത്തേക്ക് കയറി പോകുമ്പോൾ അവളുടെ അമ്മ അവളോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ നിന്നോട് ഇരിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത്, ഞാൻ നിന്നെ രാവിലെ വഴക്ക് പറഞ്ഞതും നിന്നെ അടിച്ചത് ഒരുപാട് വിഷമം വന്നുള്ളത് എനിക്കറിയാം. ചില സമയത്ത് നീ എൻ്റെ മകളാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകുന്നുണ്ട്, അത് കാരണമാണ് എന്നെ അടക്കാൻ എനിക്ക് പറ്റാതിരുന്നത്. സോറി, നിനക്ക് ഞാൻ വേദനിച്ചു ഞാൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് അവളുടെ കവളിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിനൊക്കെ കിളിവേറെ നിൽക്കുമായിരുന്നു കേട്ടോ. കാരണം അവളുടെ അമ്മയുടെ നിന്ന് അവൾ ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്കെന്ത് പറ്റിയാലും അവർക്ക് എന്താണെന്നുള്ളൊരു സ്വഭാവക്കാരിയാണല്ലോ അവർ. എന്നിട്ട് അവർ നിൻ്റെ ഇഷ്ടം ചോദിക്കാതെ ഞാൻ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു, നിനക്ക് വേണമെങ്കിൽ ഇനി അത് തുടരാവുന്നതാണ്, ഞാൻ അതിലൊന്നും ഇടപെടത്തില്ല എന്ന് പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവൾക്ക് കൊടുത്താറ്റാപത്തിരിക്കുക കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് അവൾ ജോലിയിൽ നിന്ന് മാറുവാണെന്നുള്ള പറയാതെ പറയുന്നുണ്ടായിരുന്നു. അത് മേടിച്ചിട്ട് അവളെ നിർബന്ധിക്കാനൊന്നും നിന്നില്ല, നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു കേട്ടോ. കാരണം ഇന്ന് ആ ചെക്ക് കൊടുക്കാനായിട്ട് അവൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ 2 ഹൗസിൽ താമസിക്കുന്ന പയ്യൻ നമ്മുടെ ഹീറോയോട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നീ അവളെ എന്നാണോ മീറ്റ് ചെയ്തത് അന്ന് മുതലാണ് അവൾ കരയുന്നത് ഞാൻ കാണാൻ തുടങ്ങിയത്. അത് കാരണം അവളോട് നിനക്കൊരു അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ ജോലിയിൽ നിന്ന് നീതായിട്ട് തന്നെ അവളെ പറഞ്ഞു വിടണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് വരെ അവളുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിൻ്റെ കൂടെ ചേർന്നതിന് ശേഷം അവൾക്ക് കരയാൻ മാത്രമേ സമയമുണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവളെ അമ്മ അടിച്ചതിന് ശേഷം അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹീറോ ആശ്വസിപ്പിക്കാൻ പോയ സമയത്ത് ഹീറോയും അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ആലോചിച്ചിട്ട് ഞാൻ കാരണം അവളുടെ ഫാമിലിയിലും അവൾക്ക് ഒരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ പിരിച്ചുവിടാൻ തയ്യാറാണ്, പക്ഷേ എനിക്കതിന് കഴിയുമോ, ഞാൻ അവളിപ്പോൾ സ്നേഹിച്ച് തുടങ്ങിയില്ലെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനൊക്കെ ഭ്രാന്തെടുത്തിട്ട് അവൻ ഒരുപാട് സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് മുത്തശ്ശിന് വേറെ കുഴപ്പമൊന്നുമില്ല, സർജറി എല്ലാം കഴിഞ്ഞു എന്നും ഇപ്പോൾ ഓക്കെ ആണെന്നുള്ളതും. മുത്തശ്ശിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല മുത്തശ്ശി, നമുക്ക് വീട്ടിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശിയും കൂട്ടിയിട്ട് ഇവിടെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മുത്തശ്ശിൻ്റെ കാര്യം ഇപ്പോൾ ഏകദേശം ഓക്കെ ആയല്ലോ. ഇനി അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയെക്കുറിച്ച് ഓർത്തിട്ടാണ്. രാവിലെ കണ്ടതിന് ശേഷം അവളൊന്ന് വിളിക്കുകയോ അവനെ ഒന്ന് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവനിപ്പോൾ എന്താണെന്നോ എന്നോട് വല്ല ദേഷ്യമുണ്ടെന്നോ ഒന്നും അറിയാതെ അവളുടെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എന്തായാലും വീട്ടിലേക്ക് പോയതിന് ശേഷം മുത്തശ്ശി നല്ല ടയേർഡാണ്. അത് കാരണം മുത്തശ്ശി പോയി നല്ലപോലെ റെസ്റ്റ് എടുക്കാനായിട്ട് പറയുമ്പോൾ അവരാണെങ്കിൽ തിരികെ നീയാണ് എന്നെക്കാട്ടിലും ടയേർഡായിരിക്കുന്നത്, ആദ്യം മോള് പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ നേരെ റൂമിലേക്ക് പോയിട്ട് കുറേ നേരം ഇരുന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയെ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ചിട്ട് അവനും ഇവളാണ് വിളിക്കുന്നത് കണ്ടിട്ട് കോൾ എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ അവളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ മുത്തശ്ശിനെ വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നതെന്നും ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്നും, പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാനാണ് നിന്നെ ഇപ്പോൾ വിളിച്ചത്, ഞാൻ ജോലി റിസൈൻ ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവനാണെങ്കിൽ ആ 2 ഹൗസിൽ താമസിക്കുന്ന പയ്യൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഓക്കെ അതൊക്കെ നിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ മനസ്സിൽ വേറെ പല കാര്യങ്ങളും ആലോചിച്ചിരുന്നു. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അവൻ എന്നെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കുമെന്ന്. അവൻ്റെ അങ്ങനെ ഒരു വാക്കിന് വേണ്ടിയിട്ട് അവൾ കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ പെട്ടെന്ന് അടുത്ത് പറഞ്ഞത് ബെസ്റ്റ് ഓഫ് ലക്ക്, നീ എവിടെ പോയിരുന്നാലും സന്തോഷമായിട്ടിരിക്കുക, ഏത് ജോലി ചെയ്തിരുന്നാലും നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം,
എനിക്ക് അത് മാത്രം മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഹീറോയും ഇത് പറയുമ്പോൾ ഒരുപാട് സങ്കടത്തോടെയായിരുന്നു പറഞ്ഞിരുന്നത്. അവൻ്റെ കണ്ണിൽ നിറഞ്ഞിട്ട് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ കോൾ രണ്ടുപേരും കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻ്റ് ഇല്ലേ, അയാളാണെങ്കിൽ ആ പ്രൊഡ്യൂസർ പെങ്കൊച്ചിൻ്റെ കമ്പനിയിൽ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മാനേജറിനോട്, നിങ്ങളുടെ ബോസ് ഇവിടെ ഇല്ലേ, ഞങ്ങൾക്കൊരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, വേറൊന്നുമല്ല, ഞങ്ങളുടെ ഒരു മോഡൽ ഇവിടെ ഒരു അത്യാവശ്യത്തിന് വന്നിട്ട് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൽ ഡ്രഗ്സ് ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങളത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾ കൊടുക്കുന്നതുമായിരിക്കും, നിങ്ങളുടെ ബോസിനെ അവർ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് തള്ളൊക്കെ തള്ളുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിൽക്കുന്ന ആ പെൺകുട്ടിക്കായിട്ട് ഇത് പേടിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ തിരികെ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയെ കോൾ ചെയ്തിട്ട്, ദൈവമേ ഞാനിത് പറഞ്ഞു പോയി, എനിക്ക് നല്ല പേടിയാകുന്നുണ്ട്, ഞാനിവിടെ ഇറങ്ങുന്ന വരെ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുക കേട്ടോ, അവൾ അങ്ങനെ ഇനി പുറകിൽ വന്ന് എൻ്റെ കഴുത്തിനെങ്ങാനും പിടിക്കുന്നുണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ, നീ പേടിക്കാതിരിക്കുക, അവൾ അത്രയ്ക്ക് ബുദ്ധിശാലിയൊന്നുമല്ല, ഇതെന്തായാലും തൽക്കാലത്തേക്ക് അവളെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് തിരികെ ഇറങ്ങി പോരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ടി വിയിൽ നമ്മുടെ ഹീറോയുടെ ഒരു പരസ്യം കാണുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവളുടെ മനസ്സാകെ തകർന്ന അവസ്ഥയിലായിരുന്നു, ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയുടെ അവസ്ഥയും ഒട്ടും മോശമല്ല. അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുട്ട് റൂമിൽ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വെളുപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മുത്തശ്ശൻ ഏകദേശം ഓക്കെ ആയല്ലോ. അങ്ങനെ മുത്തശ്ശനെ കാണാൻ വേണ്ടിയിട്ട് മുത്തശ്ശി നമ്മുടെ ഹീറോയിനും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശനെ ഫേസ് ചെയ്യാനായിട്ട് അവൾ മടിച്ചായിരുന്നു വന്നിരുന്നത്. എന്തായാലും മുത്തശ്ശി അവൾക്ക് ധൈര്യമൊക്കെ കൊടുത്ത് കയറി വന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് വരാം, നിങ്ങൾ സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് മാറി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിൻ നേരെ പോയിട്ട്, മുത്തശ്ശ ഞാൻ നിങ്ങൾക്കൊരു സാധനം കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്പെക്സ് അടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം മുത്തശ്ശൻ അത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല വിഷമം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ അവരുടെ തോളിലേക്ക് ചാഞ്ഞിട്ട്, എന്നോട് ക്ഷമിക്കും മുത്തശ്ശ, അപ്പോഴത്തെ ദേഷ്യം കൊണ്ടാണ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയത്, എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയുമ്പോൾ അവരാണെങ്കിൽ, മോളെ ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിലാണ് അങ്ങനെ പറഞ്ഞെങ്കിലും നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഞാൻ ഒരുപാട് വിഷമിച്ചു, എനിക്ക് വേണ്ടിയിട്ടല്ലേ നീ ഉറക്കളച്ച് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന് എനിക്കപ്പോൾ തോന്നിയുള്ളൂ, പക്ഷേ എനിക്ക് വേണ്ടിയിട്ടാണ് മോൾ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചതെന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ, മുത്തശ്ശൻ ഇനി വിഷമിക്കേണ്ട, ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു, ഇനി ഞാൻ വേറെ എന്തെങ്കിലും നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അയാൾക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മുത്തശ്ശനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗിലേക്ക് കൈയിട്ടിട്ട് മുത്തശ്ശനൊരു നുള്ളു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിലുള്ള പിണക്കം എല്ലാം തീരുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയെ കാണാനായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻറ്റ് വരുന്നുണ്ടായിരുന്നു. അവൻ വന്നിട്ട് നമ്മുടെ ഹീറോയോട്, നീ ജോലിക്കൊന്നും വരാതെ ഇവിടെ തന്നെ കിടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നീ ഇങ്ങനെ പോവുകയാണെങ്കിൽ നിൻ്റെ കരിയർ നീ തന്നെയായിരിക്കും നശിപ്പിക്കുന്നത്. അത് കാരണം മര്യാദയ്ക്ക് വർക്കിന് വരാനായിട്ട് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ, എനിക്ക് അതിനൊന്നും പറ്റത്തില്ല എന്ന് നീ നിൻ്റെ മാഡത്തിനോട് പോയി പറഞ്ഞേക്കേ. നീ ഇപ്പം എന്തിനാ എന്നെ വന്ന് വിളിക്കാൻ വന്നത്? നിങ്ങളുടെ പ്രോഫിറ്റ് കുറയുന്നുള്ള കാര്യത്തിലല്ലേ? അത് കാരണം നിങ്ങൾ പുതിയൊരു മോഡലിനെ വെച്ചിട്ട് നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തോളൂ, എനിക്കിപ്പോൾ എന്തായാലും വരാനായിട്ട് സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും പോയി കിടക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ആ ഇരുട്ട് റൂമിനകത്ത് കിടന്ന് അവൻ വല്ലാത്തൊരു കോലത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. താടിയൊക്കെ ചെറിയ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മുത്തശ്ശനെ ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടും അവൾക്ക് ഫുള്ള് നമ്മുടെ ഹീറോയുടെ ഓർമ്മ മാത്രമായിരുന്നു കേട്ടോ. എന്നാലും അവനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? എന്നെ മിസ് ചെയ്യുന്നുണ്ടാവോ? അവൻ എനിക്ക് മേടിച്ചെന്ന ഈ ഷൂ ഒക്കെ കാണുമ്പോഴത്തേക്കും അവൻ്റെ ഓർമ്മകൾ എനിക്ക് വന്നു പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. അത് കാരണം ഇനി ഇതിങ്ങനെ എൻ്റെ കൺവെട്ടത്ത് വെച്ചാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അതവളെ പാക്ക് ചെയ്തിട്ട് അവളുടെ അലമാരിയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളുടെ അമ്മ അവളെ കോൾ ചെയ്തിട്ട്, നീ അർജൻറ്റായിട്ട് നീ പെട്ടെന്ന് ഓഫീസിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവിടെ ഓഫീസിലേക്ക് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയെ കാണാനായിട്ട് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളുമായിട്ട് കുറേ പേര് വന്ന് നിൽപ്പുണ്ടായിരുന്നു. അന്നേരം അവൻ വന്ന് കയറിയിട്ട്, ഇവരെയൊക്കെ ഇനി ആരാ മാനേജ് ചെയ്യുന്നത്? അവർ തന്നെ വന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഡോറ് വന്ന് ആരോ തുറക്കുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ അസിസ്റ്റൻ്റ് ആയിരിക്കും എന്ന് കരുതിയിട്ട്, നിന്നോടല്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞെന്ന് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനായിരുന്നു വന്ന് നിന്നിരുന്നത്. അവൾ പെട്ടെന്ന്, നീ എന്തിനാ ഈ ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ, അല്ല അത് ഞാൻ വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാണ് വിചാരിച്ചത്, നീ എന്തിനാ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ, നീ ഒന്ന് പെട്ടെന്ന് റെഡിയായേ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, നീ ഇപ്പോൾ പറയും എന്താണെന്നാണ് ഞാൻ കേൾക്കാമെന്ന് പറയുമ്പോൾ, അതിങ്ങനെ പെട്ടെന്ന് വെച്ച് പറയാനുള്ള കാര്യമില്ല, നമുക്ക് പുറത്തൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്താ അത്രയും വലിയ കാര്യം? നിൻ്റെ അമ്മ വിളിച്ചിട്ട് അവരുടെ പ്രോഫിറ്റ് കുറയുമെന്നും എന്നെ വർക്കിന് കൊണ്ടുപോകാനും പറഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ നീ ഇപ്പോൾ വന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ, അതൊന്നുമല്ല, നമ്മളന്ന് നിൻ്റെ അനിയത്തി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോടെല്ലാവരോടും ഇന്നേ ദിവസം അമ്മയുടെ ഓഫീസിലേക്കാണ് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ചിലവർ നിൻ്റെ അനിയത്തിയാണെന്നും ചിലർ നിൻ്റെ അനിയത്തിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലെന്താണ് കാര്യങ്ങളെന്നുള്ളത് നീ കൂടെ വന്നാൽ
എന്നാലല്ലേ എനിക്ക് തീരുമാനിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ടെന്നും നീ പെട്ടെന്ന് റെഡിയായിട്ട് വരാനും പറയുന്നുണ്ടായിരുന്നു. ഉടനെ അവർ റെഡിയാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ വീട് ഫുൾ മിസ്സായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റൊക്കെ കൊണ്ട് കളയുന്നുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. ഫുൾ നീറ്റായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹീറോ ഫ്രഷ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയം അവന് കഴിക്കാനുള്ള ഫുഡും അവൾ മേടിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. അത് കൊടുക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പം എന്തിനാ നീ എന്നെ കെയർ ചെയ്യാനായിട്ട് വന്നത്? നീ എൻ്റെ മാനേജറൊന്നും അല്ല, ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് പോലും അല്ല, പിന്നെ എന്തിനാ നീ ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നെന്ന് പറയുമ്പോൾ, മാനേജർ അല്ലാന്ന് വെച്ചിട്ട് എനിക്ക് നിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ നീ ഈ കോളത്തിലാണോ പുറത്തേക്ക് വരാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, ഈ കോളത്തിന് എന്താ ഒരു കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗി, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിൻ്റെ വർക്കെല്ലാം അതോടുകൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അവന് നേരെ സോഫയിലേക്ക് വന്ന് കിടക്കാൻ പറഞ്ഞിട്ട് ഇവള് തന്നെ അവന് ഷേവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ 2 ദിവസം നീ എന്നെ വിളിച്ചിട്ടില്ല, എന്നിട്ട് ഇപ്പം വന്നിട്ട് നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെയാന്ന് തോന്നുമെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ ഞാൻ എൻ്റെ മാനേജർ സ്ഥാനത്ത് നിന്ന് ജോലി റിസൈൻ ചെയ്തെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ എന്നെ വിളിക്കാൻ പാടില്ല, എന്നോട് സംസാരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് എന്നെ നിന്നിൽ നിന്ന് അകറ്റിയത്, നിന്നെ കാണാനായിട്ട് ഞാൻ വരരുതെന്നും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് വിഷമം മാത്രമായിരിക്കും എന്നുള്ളൊരു കാര്യം എന്നോട് ആൾ പറഞ്ഞിരുന്നു, അത് കാരണമാണ് നിന്നെ ഞാൻ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ അതാരാ അങ്ങനെ ഒരാൾ നിന്നോട് പറയണമെന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് ആ റെൻറ്റേഴ്സ് താമസിക്കുന്ന പേര് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് വെച്ചിട്ട് ആ ചെയ്തുകൊണ്ടിരുന്ന ഷേവിംഗ് സെറ്റ് വെച്ചിട്ട് മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പം കൊല്ലൂന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ ഞാനൊന്നും മിണ്ടാതിരുന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യാണ്ടെന്ന് വിചാരിച്ചെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവളെ ഷേവ് ചെയ്തൊക്കെ കൊടുത്തിട്ട് അവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് നേരെ അവർ ഓഫീസിലേക്ക് ഒരുമിച്ച് വരുന്നുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഒരു പടയുള്ള ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇവരുടെ ഇടയിൽ നിന്ന് ആരെ കണ്ടെത്തേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ അവരിങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അമ്മയുടെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഞാൻ തന്നെ നിനക്ക് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേർക്കാ ഇവൻ്റെ കൂടെ സെൽഫി എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് പേര് കൈവെക്കുന്നുണ്ടായിരുന്നു. ഈ കൈവക്കിയവരെല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോയേ, കാരണം നിങ്ങളിവിടെ വന്നത് ഉറപ്പായിട്ടും ഇവൻ്റെ കൂടെ സെൽഫി എടുക്കാൻ മാത്രമാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കുറച്ച് പേര് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ്റെ സിസ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നല്ലേ പറഞ്ഞത്, അവളിപ്പോൾ ന്യൂയോർക്കിലാണോ അതോ കാലിഫോർണിയയിലാണോ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ 2 പേര് കുറച്ച് ആൾക്കാരായിട്ട് 2 സൈഡിലേക്ക് മാറുന്നുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് കാലിഫോർണിയയിലുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് ഇറങ്ങിപ്പോക്കിയ കാരണം അവളിപ്പോൾ ന്യൂയോർക്കിലുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും പോകുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള കുറച്ച് പേരിൽ നിന്നിട്ട് നമ്മുടെ ഹീറോ അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വന്നവരെല്ലാവരും ഫേക്കായിരുന്നു കേട്ടോ, കാരണം കുറേ കള്ളത്തരങ്ങൾ മാത്രമായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അത് മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ഹീറോയ്ക്ക് പിന്നെ ഒന്നിനും വയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു പെങ്കൊച്ചിങ്ങനെ നടന്ന് പോകുന്നുണ്ടായിരുന്നു. അവൾ നമ്മുടെ ഹീറോയിനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വെച്ചിട്ട് ഹീറോയിനെ ഞാൻ ഇവിടെ എവിടെയോ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുന്ന സമയത്തായിരുന്നു അന്ന് ഹീറോയും കൂട്ടിയിട്ട് ബാങ്കിൽ പോയിരിക്കുന്ന സമയത്ത് അവരെ തൊട്ട് പുറകെ ഈ പെങ്കൊച്ചുണ്ടായിരുന്നു കേട്ടോ. അവളാണെങ്കിൽ ഒരുമാതിരി നമ്മുടെ ഹീറോയിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോയിൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവളെ തന്നെ പിന്നെയും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു റിങ് ഈ പെങ്കൊച്ചിൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. എന്തായിരുന്നാലും ഇത് തന്നെയാണ് നമ്മുടെ ഹീറോയുടെ അനിയത്തി എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. അത് വരുന്ന എപ്പിസോഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഈ എപ്പിസോഡ് കഴിവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.